2025 തുടങ്ങി ഏപ്രിൽ 15 ആവുമ്പോഴേക്കും സംസ്ഥാനത്താകെ 15 പേർക്കാണ് കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടമായത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ഏപ്രിൽ 15-ന് സതീശൻ, അംബിക എന്നീ 2 പേർക്ക് തൃശൂർ വാഴച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. ഏപ്രിൽ 13-ന് 2 ദിവസം മുൻപ് തൃശൂരിൽ അതിരപ്പള്ളിയിൽ വെച്ച് സെബാസ്റ്റ്യൻ എന്ന യുവാവിന് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. അതിനു മുൻപ് പാലക്കാടായിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത്. മുണ്ടൂർ കയറംകോട് വെച്ച് അലൻ എന്ന യുവാവിന് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. കേരളത്തെ ആകെ വിഷമത്തിലാഴ്ത്തിയ ഒരു സംഭവം. അമ്മയ്ക്കും മകനും നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു. മകൻ അലന് ആ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നു. ഫെബ്രുവരി 23 കണ്ണൂർ ആറളം ഫാമിൽ വെള്ളി, ഭാര്യ ലീല എന്നിവർക്ക് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. ഫെബ്രുവരി 19-ന് തൃശൂർ താമര വെള്ളച്ചാലിൽ പ്രഭാകരൻ എന്നയാൾക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. ഫെബ്രുവരി 12-ന് വയനാട് അട്ടമലയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ബാലകൃഷ്ണൻ എന്നയാൾക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. ഫെബ്രുവരി 10-ന് വയനാട്ടിൽ തന്നെ നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണം ഉണ്ടായി. മാനു എന്ന ആദിവാസി യുവാവിന് കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടമായി. ഫെബ്രുവരി 10-ന് ഇടുക്കി പെരുവന്താനത്ത് സോഫിയ എന്ന സ്ത്രീക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. പാലോട് തിരുവനന്തപുരത്ത് ഫെബ്രുവരി മാസം തന്നെയാണ് ബാബു എന്നയാൾക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. ഇനി ഫെബ്രുവരി 7, 2025 ഇടുക്കി ചിന്നാറിൽ ബിമൽ എന്ന യുവാവിന് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. ജനുവരി 15-ന് മലപ്പുറത്താണ് നിലമ്പൂരിൽ കാട്ടാന ആക്രമണമുണ്ടായി. സരോജിനി എന്ന സ്ത്രീക്ക് ജീവൻ നഷ്ടമായി. ജനുവരി 8 വയനാട് പുൽപ്പള്ളിയിൽ വിഷ്ണു എന്ന യുവാവിന് കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടമായി. ഈ വർഷത്തെ ആദ്യത്തെ കാട്ടാന ആക്രമണം അത് മലപ്പുറം നിലമ്പൂരിലായിരുന്നു. ജനുവരി 4-ന് മണി എന്ന യുവാവിന് കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടമായി. ഇനിയും എത്ര ജീവനുകളാണ് ഇങ്ങനെ നഷ്ടമാവുക? എന്നാണ്, എപ്പോഴാണ് ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുക?